The Gospel according to St. John chapter 11, verse 25. Jesus said to her, I am the resurrection and the life. He who believes in me, though he may die, he shall live. യേശു അവളോട് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും മരിച്ചാലും അവൻ ജീവിക്കും. Lazarus' tomb was not just a grave. It was a symbol of every dark place we find ourselves in. ലാസറിൻ്റെ കല്ലറ നമ്മുടെ ജീവിതത്തിലെ അന്ധകാര സ്ഥലങ്ങളുടെ സൂചനയാണ്. 4 days dead, bound in burial clothes, sealed by a stone, his body was beyond hope until Christ stood before the tomb and called him by name. ലാസർ മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിരുന്നു. അവനെ സംസ്കാര വസ്ത്രങ്ങളിൽ അടക്കി. അവൻ്റെ കല്ലറ കല്ലുകൊണ്ട് മൂടിയിരുന്നു. അവൻ്റെ ശരീരം ദ്രവിച്ചു തുടങ്ങിയിരുന്നു. എന്നിട്ടും കർത്താവ് അവൻ്റെ കല്ലറയുടെ വാതിക്കൽ നിന്ന് അവനെ പേർ ചൊല്ലി വിളിക്കുകയാണ്. The raising of Lazarus reveals that Jesus does not merely offer life, he is life. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവനാണ്. His power transcends death and his love breaks through even the silence of the grave. മരണത്തെ ജയിച്ചവനാണ് നമ്മുടെ കർത്താവ്. അവൻ്റെ സ്നേഹം കല്ലറയുടെ നിശബ്ദതയിലൂടെ വെളിവാകുന്നു. As Lazarus emerges, still wrapped in his grave clothes, Christ commands, unbind him and let him go. കല്ലറയിൽ നിന്ന് ലാസർ പുറത്തു വരുമ്പോൾ അവൻ്റെ സംസ്കാര വസ്ത്രത്തിലാണ് അവൻ പുറത്തു വന്നത്. കർത്താവ് പറയുന്നുണ്ട് ആ വസ്ത്രം അഴിച്ചു മാറ്റുവാൻ. He speaks this to us too. നമ്മളോടും ഇതേ വചനം നമ്മുടെ കർത്താവ് സംസാരിക്കുന്നു. What binds us today? What tombs have we accepted as permanent? പ്രിയമുള്ളവരെ, നമ്മളെ ബന്ധനത്തിലാക്കുന്നത് എന്തുണ്ട്? നമ്മൾ സ്ഥിരമായി ഇരിക്കുന്ന കല്ലറകൾ ഏതൊക്കെ? Christ's voice reaches us even there. നാം ഇരിക്കുന്ന അഗാധ അന്ധകാരത്തിലും ക്രിസ്തുവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധ്യമാകണം. Lent is a journey toward resurrection. പുനരുത്ഥാനത്തിലേക്കുള്ള യാത്രയാണ് നോമ്പുകാലം. As we fast, pray and repent, we are not merely remembering Lazarus. We are becoming him, being called out of spiritual death and into the light of grace. ഈ നോമ്പുകാലം നമ്മൾ ലാസറിനെ സ്മരിക്കുക മാത്രമല്ല, നമ്മുടെ ആത്മീയ മരണത്തിൽ നിന്ന് അവനെപ്പോലെ കരുണയുടെ പ്രകാശത്തിലേക്ക് ക്രിസ്തു നമ്മളെ വിളിച്ച് കൊണ്ടുവരികയാണ്. Let us not be content with survival. Christ invites us to walk again, whole, free and alive. പ്രിയമുള്ളവരെ, വെറുതെ ജീവിച്ചാൽ മാത്രം പോരാ. ക്രിസ്തുവിൽ നമുക്ക് പ്രയാണം ചെയ്യാം. അവനിൽ നാം സ്വതന്ത്രരാകേണ്ടതുണ്ട്. നമുക്കവനിൽ നമ്മുടെ ജീവിതത്തെ നയിക്കാം. Today, listen for your name. കർത്താവ് നമ്മുടെ പേർ വിളിക്കുകയാണ്. The one who wept with Mary is also the one who raises. മാർത്തയോടും മറിയോടും കൂടെ കരഞ്ഞവനാണ് നമ്മെയും വിളിച്ച് ഉയർപ്പിക്കുന്നത്. Come forth, the tomb is not the end. പുറത്തു വരിക എന്ന് നമ്മുടെ കർത്താവ് നമ്മോടും സംസാരിക്കുന്നു. കല്ലറ
നമ്മുടെ അവസാനമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.